ഓം നമോ നാരായണ പൂർവമായ നമസ്കാരം. ഭാരതത്തിൽ സന്യാസ പരമ്പര എന്താണ് എന്ന്, സന്യാസ പരമ്പര സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിൽ ആദ്യ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ വിഭാവനം ചെയ്തു എന്നുള്ളത്, ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ധർമ്മപ്രചരണത്തിന് വേണ്ടിയിട്ട് മഹാദേവൻ്റെ സൈന്യം എന്നുള്ള നിലയിൽ ദശനാമി സന്യാസി അഖാഡകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എല്ലാം സംപൂജ്യ സ്വാമിജി രവീന്ദ്രാനന്ദജി നമ്മളോട് സംസാരിച്ചു. സ്വാമിജി വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരഭാരതത്തിലെത്തി ഈ ധർമ്മ സൈന്യമായ ഭൈരവ സൈന്യമായ ജൂന അഖാഡയിൽ വന്ന് ജൂന അഖാഡയുടെ ഭരണ നേതൃത്വത്തിലെത്തിയ, ജൂന അഖാഡയിൽ വന്ന ആദ്യകാലത്തെ മലയാളികളിൽ ഒരാളാണ്, ഭരണ നേതൃത്വത്തിലെത്തിയ മലയാളികളിൽ ഒരാളാണ്. ജൂന അഖാഡയുടെ ധാനാപതിയാണ്. അഖാഡയാണ് ഭാരതത്തിലെ സന്യാസിമാരിൽ നിന്ന് ധർമ്മപ്രചരണത്തിന്, ധർമ്മരക്ഷയ്ക്കൊക്കെ നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മഹാമണ്ഡലേശ്വരന്മാരെ തിരഞ്ഞെടുക്കുന്നതും മഹാമണ്ഡലേശ്വരന്മാരെ അഭിഷേകം ചെയ്യുന്നതും അവരുടെ നേതൃത്വത്തിൽ ഭാരതത്തിലാകെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ. അപ്പോൾ ജൂന അഖാഡ ദക്ഷിണ ഭാരതത്തിലേക്ക് കൂടി അഖാഡയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതിന് വേണ്ടിയിട്ട് ഒരു മഹാമണ്ഡലേശ്വർ വേണം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു നിയോഗം വന്നത്. ആദിജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയെല്ലാമാണോ അന്ന് ലുപ്തമായി പോയ ഒരു ധർമ്മത്തെ പുനരുജ്ജീവിപ്പിച്ചത്, ഭാരതത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ആ ധർമ്മത്തെ ഉയർത്തിയത്, അതുപോലെ ആധുനിക കാലത്ത് ലോകത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഭാരതം വിശ്വഗുരുവായിത്തീരുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സത്യസനാതനമായ ഈ ധർമ്മത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, വളരെ സജീവമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മളേവരിൽ നിന്നും ധർമ്മം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിൽ ശക്തമായൊരു സമാജത്തെ, ധർമ്മത്തിൽ അടിയുറച്ച, നമ്മുടെ സമാജത്തിൽ നിന്ന് പോലും ശോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ധർമ്മത്തിൽ അടിയുറച്ച ശക്തമായ ഒരു സമാജത്തെ പടുത്തുയർത്തുന്നതിനും ആ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മത്തെ ഭാരതത്തെ വിശ്വഗുരുവായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അടിത്തറയായി മാറ്റി തീർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഭാരതത്തിലെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠരും ധാർമ്മികരായ സജ്ജനങ്ങളും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. ആ മഹത്തായ ശ്രേണിയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പങ്കാളിത്തവും ഇത്തവണത്തെ മഹാകുംഭമേളയിൽ അത് വളരെ വലിയ രീതിയിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു. മുമ്പൊക്കെ 500-1000 ആളുകൾ മാത്രം കുംഭമേളയിൽ എത്തിയിരുന്നത് ഇത്തവണത്തെ കുംഭമേളയിൽ 2.5 ലക്ഷത്തോളം വരുന്ന മലയാളികളുടെ പങ്കാളിത്തമാണ് ഇത്തവണത്തെ കുംഭമേളയിൽ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഊർജം, ആ ഒരു കരുത്ത് വരും കാലങ്ങളിലും ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനും എല്ലാം വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് അഖാഡയിലെ സന്ത് മഹാത്മാക്കളുടെ നിരന്തരമായ സാന്നിധ്യം ഇനി കേരളത്തിലുണ്ടാകും. നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സന്യാസിമാരുടെ നേതൃത്വത്തിലും സജ്ജനങ്ങളുടെ നേതൃത്വത്തിലും ധാർമ്മികമായ സമിതികളുടെ നേതൃത്വത്തിലും ഒക്കെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജ്ജനങ്ങളായ എല്ലാവരും നമുക്ക് കഴിയാവുന്ന വിധത്തിലെല്ലാം പങ്കാളികളാകേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഏകദേശം നമുക്ക് നേരിട്ടറിയാവുന്ന ആളുകളും വലിയ തരത്തിലുള്ള ധാർമ്മികമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്, ഓരോരോ മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തലങ്ങളിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം നമ്മളുടെ ഭാഗത്തു നിന്നും സന്യാസിമാരുടെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള കഴിയാവുന്നത്ര എല്ലാ പിന്തുണകളും ഒപ്പം നിൽക്കലും എല്ലാം ഉണ്ടാകും. നമ്മളുടെ ഈ കേരളത്തിലേക്കുള്ള വരവ് നമ്മൾ ശങ്കര ജന്മഭൂമിയിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങണം എന്നാഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരെ ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ നമസ്കരിക്കുക എന്ന് പറയുന്നൊരു ചെറിയ ഒരു ആലോചനയെ തന്നെ ഇത്രയും നല്ലൊരു സത്സംഗമായിട്ട്, ഒരു കൂടിച്ചേരലായിട്ട്, സജ്ജനങ്ങളുടെ ഒരു കൂടിച്ചേരലായിട്ട് മാറ്റി തീർത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളോടും ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളവരും കാലടിയിലെ സജ്ജനങ്ങളോടും എല്ലാം വലിയ നന്ദി അറിയിക്കുകയാണ്.
ഇനിയുള്ള ധാർമ്മികമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ്.